ഹാഷ്മിയോടുള്ള ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞോട്ടെ. അതായത് ഹാഷ്മി രക്തസാക്ഷികളുടെ പേര് എപ്പോഴും പറയുന്നുണ്ട്. അത് രക്തസാക്ഷികൾക്കും CPIM-നെ സംബന്ധിച്ചും വൈകാരികമാകാം. അത് പിന്നെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചൊരു വൈകാരികതയല്ല. അത് പോട്ടെ, ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ പിന്തുണ, എനിക്ക് അധികാരമില്ലെങ്കിലും കുഴപ്പമില്ല, വർഗീയവാദികളുടെ പിന്തുണ കൊണ്ട് എനിക്ക് അധികാരം വേണ്ട, അങ്ങനെ അധികാരത്തിന് പുറത്തു പോകുന്നെങ്കിൽ പോട്ടെ. ഇപ്പോൾ കോൺഗ്രസിന്റെ നില എന്താണ്? രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ കാലമാണോ ഇപ്പോൾ? ഞാൻ പറഞ്ഞു ഇതെല്ലാം കാലത്തിന് സിംഹമാണ്. ചരിത്രം പറയുമ്പോൾ മുഴുവൻ പറയണം. ഗോപി പറയുന്നത് അത് ലീഗിന്റെ വ്യാഖ്യാനം, ലീഗിന്റെ മറുപടി. CH മുഹമ്മദ് കോയെ സ്പീക്കർ സ്ഥാനത്ത് ഇരുത്തിയത് കോൺഗ്രസ്. ഞാൻ ഇത്രേ പറഞ്ഞോളൂ, അഭിപ്രായം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ ഇരുമ്പുലൊക്കെയല്ല. അതിന് നമ്മൾ രക്തസാക്ഷികളെ പഠിക്കേണ്ട, നിലപാടെടുപ്പ് കാര്യം മാത്രമാണ്. മനസ്സിലായി? അതായത് ഈ പറഞ്ഞ രക്തസാക്ഷികളെ ഞാൻ പറയുന്നു എന്നുള്ള പരാതി അഭിമന്യുവിനെ അത്ര ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയതാണ്. വട്ടവടയിൽ ഒരു അമ്മയുടെ കണ്ണീര് കണ്ടതല്ലേ? അതിൽ സങ്കടപ്പെടാൻ വേദനിക്കാൻ ഒരു മനുഷ്യനായ മതി. മാധ്യമപ്രവർത്തനം ഇതൊരു സാധനം വേണ്ട. ആ അഭിമന്യുവിന്റെ ചോര കയ്യിലുള്ള വോട്ട് വാങ്ങാൻ ഇവർക്ക് മടിയില്ലെങ്കിൽ പിന്നെ എന്ത് നിലപാട്, എന്ത് ഇരുമ്പോലക്ക? മാത്രമല്ല, നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ അവരുടെ വോട്ട് വാങ്ങാൻ മടിയില്ല. ഒരു നിലപാടെന്ന പോലെ അധികാരത്തിലേക്കുള്ള വോട്ട് വാങ്ങി അഭിമന്യു സിന്ദാബാദ് മിണ്ടിപ്പോരുത്. അതായത് ഈ ആഹാ ഓഹോ വിവാദങ്ങൾക്ക് അപ്പുറത്തെ ഇപ്പോ SDP-യുടെ കൺവെൻഷനിൽ ഏതെങ്കിലും ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി പങ്കെടുത്താലോ, ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന കൺവെൻഷനിൽ ഏതെങ്കിലും ഒരു UDF സ്ഥാനാർത്ഥി പങ്കെടുത്താലോ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമൊന്നുമല്ല, നിരോധിക്കപ്പെട്ട സംഘടനയുമല്ല. നമുക്കതിലെ രാഷ്ട്രീയമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പിന്നെ പേരാമ്പ്രയിലെ പ്രശ്നം അതല്ല. പേരാമ്പ്രയിലെ പ്രശ്നം വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നു, അത് ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതാണ്. അത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്. അതിന് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ന്യായം കൊണ്ട് നമുക്ക് ആർക്കും മറ്റൊരു അഭിപ്രായമില്ല. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും വർഗീയത പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ അത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് പൊതുവിൽ എല്ലാവർക്കും തന്നെ ഉള്ളത്. എന്തായാലും മുന്നണികൾ വ്യക്തമാക്കട്ടെ എന്താണ് അവർ ചെയ്തതെന്നും അതിൽ അവരുടെ നിലപാടെന്തെന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.